Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com സെക്കൻഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിൽ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമുക്കറിയാം SCക്ക് 4 ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 എണ്ണത്തിന് ആൻസർ കൊടുക്കണം. അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഈ പറയുന്ന ചോദ്യങ്ങൾ SCക്ക് വരും എന്നുള്ളൊരു സജഷൻ നൽകാൻ. കാരണം വലിയൊരു പേപ്പറാണ്. SCക്ക് സ്കോപ്പുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 3-4 ചോദ്യങ്ങളാണ് നമ്മളിവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് 2 എണ്ണമെങ്കിലും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് നമ്മൾ പറഞ്ഞ അതേ ചോദ്യങ്ങൾ തന്നെ വന്നതുകൊണ്ട് കുട്ടികൾ ഭയങ്കരമായിട്ട് ഓവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പരമാവധി എല്ലാം കവർ ചെയ്യുക. ഞാൻ പറയുന്ന ചോദ്യങ്ങൾ മിനിമം കവർ ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇത് വരാൻ പ്രാർത്ഥിക്കാം. അത് മാത്രമല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. സോ അതിൽ ആദ്യം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു SC ചോദ്യം എന്ന് പറയുന്നത് ഗ്ലോബൽ ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള ബേസിക്സ് ആണ്. ഗ്ലോബൽ ബിസിനസ് എന്താണ്? SCക്കോ ചിലപ്പോൾ ഈ സെയിം ടോപ്പിക് 5 മാർക്കിൻ്റെലേക്ക് വരാൻ സാധ്യതയുണ്ട്. എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ്, ഇതൊക്കെ നോക്കണം കേട്ടോ. ഇതിൽ ചിലപ്പോൾ 1-2 മിക്സ് ആയിട്ടായിരിക്കാം വരാൻ സാധ്യത. അതിൻ്റെ സിഗ്നിഫിക്കൻസ്, അതുപോലെ തന്നെ സ്കോപ്പ്, ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ സ്കോപ്പ്. ഇതിലേതെങ്കിലും 1-2 മിക്സ് ആയിട്ട് SC ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗ്ലോബൽ ബിസിനസ്സിൻ്റെ ബേസ് ഒരു ചോദ്യമായിട്ട് SCക്ക് ചിലപ്പോൾ ഉണ്ടാവും. ഫീച്ചേഴ്സ്, സിഗ്നിഫിക്കൻസ്, ഡ്രൈവേഴ്സ്, സ്കോപ്പ്. ചിലപ്പോൾ ഇതിലേതെങ്കിലും 1-2 മിക്സ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ഇറ്റ്സ് ഫീച്ചേഴ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് എന്നുള്ളത് SCക്കും ചിലപ്പോൾ ബാക്കിയുള്ളത് 5 മാർക്കിൻ്റെയിലേക്കും ഇടാനുള്ള സ്കോപ്പും അവിടെ ഉണ്ടെന്നുള്ളതാണ്. സോ ദാറ്റ്സ് അബൌട്ട് ആദ്യത്തെ സജഷൻ. നെക്സ്റ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യം ഇന്റർനാഷണൽ ട്രേഡ് തിയറീസിനെ പറ്റിയിട്ടാണ്. ട്രേഡ് തിയറീസ് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് അതിൻ്റെ പ്രസൻറ്റേഷൻ. അതിൽ 2 ടൈപ്പ് തിയറീസ് ഉണ്ട്. ക്ലാസിക്കൽ തിയറീസും അതുപോലെ തന്നെ മോഡേൺ തിയറീസും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമായിട്ടും വരാം, അതല്ലെങ്കിൽ മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാം. ഇൻ്റർനാഷണൽ ട്രേഡ് തിയറീസിലെ ക്ലാസിക്കൽ തിയറീസും മോഡേൺ തിയറീസും. ഓക്കെ, അതാണ് നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത്. then അതിനുശേഷം എക്സ്പെക്ട് ചെയ്യുന്നത് FDIനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ഞാൻ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, വന്നാൽ നിങ്ങളുടെ ഭാഗ്യം. എക്സ്പ്ലെയിൻ FDIയുടെ ഫീച്ചേഴ്സ്, then അതിൻ്റെ അഡ്വാൻറ്റേജസ്, അതുപോലെ തന്നെ ഡിസ്അഡ്വാൻറ്റേജസ്, ഇതിൻ്റെ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാനുള്ള സാധ്യതയുണ്ട്. നിർബന്ധമായും പഠിക്കാം. അതുപോലെ തന്നെ മറ്റൊരു സജഷനാണ് FDIയുടെ പോളിസീനെ റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ വരാം. ഞാനൊരു സജഷനായിട്ട് വയ്ക്കണമെന്ന് മാത്രം. FDI പോളിസി അതിൻ്റെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, ഓരോ കൺട്രീനെ സെപ്പറേറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓരോ കൺട്രിയുടെ സെപ്പറേറ്റ്, നിങ്ങൾക്കറിയാം അതിൽ തായ്ലാൻഡ് ഉണ്ട്, ചിലി ഉണ്ട്, ഓക്കെ, ഓരോ കൺട്രിയുടെ. അപ്പോൾ അതിൻ്റെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്, ചിലപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കൺട്രിയുടെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ചിലപ്പോൾ 5 മാർക്കിൻ്റെയിലേക്ക് ആയിരിക്കാൻ ചോദിക്കുക. അങ്ങനെയാവാം. അപ്പോൾ SCക്ക് സ്കോപ്പിലൊരു ടോപ്പിക്കാണ് FDI പോളിസി, അതിൻ്റെ ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ്. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യം. ആൻഡ് ഫൈനലി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷനാണ്. അല്ലെങ്കിൽ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ്റെ സ്റ്റേജസ് എന്ന് നമുക്ക് പറയാം. ഇക്കണോമിക്
ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേജസ് എന്നും പറയാം, മെയിൻ സ്റ്റേജസ്. അപ്പോൾ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്താണ്, അതിൻ്റെ ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു SC ചോദ്യം. അപ്പോൾ ഞാനൊരു 5 സജഷൻസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്നൊരു 2 എണ്ണമെങ്കിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഗ്ലോബൽ ബിസിനസിൻ്റെ ബേസിക്സ്, ഫീച്ചേഴ്സ്, സിഗ്നിഫിക്കൻസ്, ഡ്രൈവേഴ്സ്, സ്കോപ്പ് നോക്കി വയ്ക്കുക. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് ആണ് മറ്റൊരു ചോദ്യം പ്രതീക്ഷിക്കുന്നത്. ക്ലാസിക്കൽ ഉണ്ട്, മോഡേൺ ഉണ്ട്. പിന്നെ FDA എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഫീച്ചേഴ്സ്. പിന്നെ FDA പോളിസി ഇന്റർനാഷണൽ എക്സ്പീരിയൻസിൽ എങ്ങനെയാണ്. പിന്നെ ലെവൽസ് ഓഫ് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ, അതിൻ്റെ സ്റ്റേജസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.